ആ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. വാർത്തകളിലൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഉന്തിയ പല്ല് അയോഗ്യതയല്ല. എല്ലാവരെയും പല്ല് എന്താണ്, എല്ലാവർക്കും പല്ലൊന്നും അങ്ങനെ കറക്റ്റ് നിലയിൽ തന്നെ വരണമെന്നില്ല അല്ലേ. പല്ല് നമുക്ക് കൊച്ചു ക്ലാസ് നമ്മൾ പഠിച്ച് വരണ സമയത്ത് ചില വയസ്സ് നമുക്ക് എത്തുമ്പോഴത്തേക്ക് പല്ലിളകി പോകും. എന്നിട്ട് പുതിയ പല്ല് പൊടിച്ച് വരും. അപ്പോൾ അതിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡിഫക്റ്റുകൾ വരും. അങ്ങോട്ടും ഇങ്ങോട്ടും നിരതെറ്റിയിരിക്കാം. ഒരു പല്ലിന് പുറത്തൂടെ വേറൊരു പല്ല് പൊടിക്കാം. അല്ലേ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം എല്ലാവരെയും പല്ല് ചിലപ്പോൾ പല്ല് ഇളകി പോവാം. നല്ല പല്ല് രണ്ടാമത് വന്ന പല്ലും പെർമനൻറ്റ് ടീത്ത് ലോസ് വരാം. അങ്ങനെയൊക്കെ വരും. അപ്പം നമുക്ക് കൃത്രിമമായിട്ട് പല്ല് വയ്ക്കേണ്ടി വരും. അതിനൊക്കെ ഒരുപാട് കോസ്റ്റ്ലി ഉണ്ട്. ഇപ്പം ഒരുപാട് എല്ലാ പരിപാടികളും ഉണ്ട്. കമ്പിയിടാതെ തന്നെ പല്ല് ശരിയാക്കുന്ന മെത്തേഡ് എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുക. കായിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്ന സർക്കാർ ജോലികൾക്ക് ഇനി ഉന്തിയ പല്ല് അയോഗ്യതയാവില്ല. ആഭ്യന്തരം, വനം, വന്യജീവി, ആഭ്യന്തരം എന്ന് പറയുമ്പോൾ അതിൽ പോലീസ് പെടും. പിന്നെ ഗതാഗതം, എക്സൈസ് എന്നീ വകുപ്പുകളിൽ യൂണിഫോം തസ്തികകളിലേക്കാണ് ഈ ഉന്തിയ പല്ലിൻ്റെ പ്രശ്നം വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ പേരിൽ അയോഗ്യത ഒഴിവാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. മറ്റ് യോഗ്യതകളുണ്ടെങ്കിലും പല്ലിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥികളെ പുറത്താക്കുന്നതിനെ സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ ലഭിച്ചതിൻ്റെ പേരിലാണ് ഈ നടപടി. അതാത് വകുപ്പിലെ വിശേഷ ചട്ടങ്ങളിൽ വ്യവസ്ഥ ചെയ്ത് ഭേദഗതി അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആർക്കും ഇനി പല്ലിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. കാരണം എന്ന് വെച്ചാൽ പല്ലിനി എങ്ങനെയായാലും എത്ര അലുമ്പായിട്ട് വൾഗറായിട്ട് ഇരിക്കുകയാണെങ്കിലും അത് നമുക്ക് നേരെയാക്കാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യമാണ് കണ്ണ് മെയിനാണ്. എല്ലാത്തിനും കണ്ണ് മെയിനാണ്. കാരണം കണ്ണിന് എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെയിനായിട്ട് നിങ്ങൾ ഒരുപാട് കുട്ടികൾ ഈ കണ്ണിൻ്റെ പ്രോബ്ലം കാരണം ഫോഴ്സ് തസ്തികകൾക്ക് അയക്കില്ല. കണ്ണിന് ഇത്ര പവർ വിഷയമുണ്ടെങ്കിലും ലേസിക് സർജറി, അതേപോലെ സ്മൈൽ, അങ്ങനെ ഒരുപാട് ടെക്നോളജീസ് ഉണ്ട്. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് കണ്ണിന് അതിൻ്റേതായ ഒരു സവിശേഷത ഉണ്ടായിരിക്കണം. ചിലർ റെയർ കേസസിലും പിന്നെ ഒരു 90 പേരെ എടുത്ത് കഴിഞ്ഞാൽ 90 പേർക്കും ഇത് ചെയ്താൽ ശരിയാവും. അപ്പോൾ അതിന് ടെസ്റ്റുകളുണ്ട്. അത് നിങ്ങൾ പോയി ചെക്കപ്പ് നടത്തുക. ചെക്കപ്പ് നടത്തുമ്പോഴത്തേക്ക് അത് ചെയ്യാൻ പറ്റുമില്ലെന്ന് അറിയാൻ പറ്റും. അപ്പോൾ കണ്ണ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ അരവിന്ദ് ഹോസ്പിറ്റൽ, തിരുനെൽവേലി, മധുരയൊക്കെ ഉണ്ട്. നല്ലതാണ്, വലിയ കോസ്റ്റ്ലി അല്ല, നല്ല ഇതാണ്. കാരണം അവിടെ പോയി ചെയ്താലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ അവർ ചെയ്യാൻ പറ്റുമെങ്കിലേ ചെയ്യത്തുള്ളൂ. ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെയ്യത്തില്ല എന്ന് തന്നെ പറയും. പിന്നെ അതിനേക്കാൾ കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരുപാട് പ്രൈവറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട്. അവിടെയൊക്കെ ചെയ്യാൻ പറ്റാത്തതും ചെയ്തു തരുമെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അത്യാവശ്യം -11 വരെയൊക്കെ ചെയ്തിട്ടുള്ള കേസസ് ഞാൻ കേട്ടിട്ടുണ്ട്. കണ്ണിന് ഞരമ്പിനൊക്കെ പ്രഷർ ഒക്കെ കറക്റ്റായിട്ട് വരണം, എന്നാലും ഇത് ചെയ്ത സക്സസ് ആവുള്ളൂ. കാഴ്ച ഒരു പ്രധാനമാണ്. അത്യാവശ്യം പിന്നെ ചെറിയ മൈന്യൂട്ട് കാഴ്ചക്കുറവ് അതൊക്കെ നിങ്ങൾ ആ സമയത്ത് ടെസ്റ്റ് പോലെ ഇരിക്കും. എന്നാലും ഈ വലിയ അത്യാവശ്യം മെഡിക്കലി ഫിറ്റായിട്ടുള്ള ഒരാൾ മാത്രമേ ഫിസിക്കലി പാസ് ആവത്തുള്ളൂ. അപ്പോൾ അതിൽ ചെറിയ പ്രോബ്ലം കാരണം നിങ്ങളങ്ങനെ പുറത്താക്കി കളയത്തില്ല. ചിലപ്പോൾ റീമെഡിക്കൽ തന്ന് അതിലങ്ങ് പാസ്സാക്കി വിടും. അപ്പോൾ എന്തായാലും ഈ വിവരം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കുക. പല്ലിൻ്റെ പേരിൽ നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഓക്കെ.